ഫ്രണ്ട്സ് എസ് മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിലെ ഇന്നത്തെ അപ്ഡേറ്റുകളിൽ പോകുമ്പോൾ ഇന്നത്തെ തീയതി 20/11/2024. ആദ്യം തന്നെ പരീക്ഷാ വിജ്ഞാപനമാണ്. കേരള സർവകലാശാല 2024 ഡിസംബറിൽ നടത്തുന്ന ഒന്നാം സെമസ്റ്റർ BEd 2019 സ്കീം റെഗുലർ 2024 അഡ്മിഷൻ, സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് 2023 അഡ്മിഷൻ, സപ്ലിമെൻ്ററി 2021-22 അഡ്മിഷൻ ഡിഗ്രി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ആറാം സെമസ്റ്റർ BTech പാർട്ട് ടൈം റീസ്ട്രക്ചേർഡ് കോഴ്സ് 2008 സ്കീം സപ്ലിമെൻ്ററി മേഴ്സിറ്റ് നവംബർ 2024 പരീക്ഷാ വിജ്ഞാപനവും പ്രസിദ്ധീകരിച്ചു. ഇനി വിദൂര വിദ്യാഭ്യാസ 2024 ഒക്ടോബറിൽ നടത്തിയ 4ാം സെമസ്റ്റർ MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പരീക്ഷയുടെ ഡിസോർട്ടേഷൻ വൈവ PAD 030P, കോംപ്രഹെൻസീവ് വൈവ PAD C014 പരീക്ഷയുടെ വിശദമായ ടൈം ടേബിൾ സൈറ്റിൽ അവൈലബിൾ ആണ്. കേരള സർവകലാശാല ഹിന്ദി പഠന വകുപ്പ് നടത്തുന്ന PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഇൻ ഹിന്ദി പാർട്ട് ടൈം കോഴ്സിലേക്ക് 2024 അഡ്മിഷന് വേണ്ടി അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത ഹിന്ദി ഒരു വിഷയമായി പഠിച്ച് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2024 ഡിസംബർ 18 9446183785 അല്ലെങ്കിൽ 8590208673 ഓർ 0474230864 എന്ന നമ്പറുകൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട് hindi@keralauniversity.ac.in. വിശദമായിട്ടുള്ള വിവരങ്ങൾ കേരള സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദെൻ സ്ക്രൂട്ടിനി ഡീറ്റെയിൽസ് ആണ്. കേരള സർവകലാശാല 2024 ഏപ്രിൽ നടത്തിയ 4ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് LLB പരീക്ഷയുടെ സ്ക്രൂട്ടിനിക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡും പ്രസിദ്ധ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റുമായിട്ട് 2024 നവംബർ 21, 22, 23 തീയതികളിൽ റീവാലുവേഷൻ EJ10 സെക്ഷനിൽ എത്തിച്ചേരേണ്ടതാണ്. സോ ഇത്രയുമാണ് നിലവിലെ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. കൂടുതൽ ഒഫീഷ്യൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. ആൻഡ് ഫസ്റ്റ് സെമസ്റ്റർ ആൻഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റെഗുലർ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ്റെയും FIUGP സെമസ്റ്റർ എക്സാമിൻ്റെയും ഡേറ്റിൻ്റെ ചെറിയൊരു ക്ലാഷിൻ്റെ കാര്യം പല കമൻസിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അന്നേ ദിവസം ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നടക്കുന്നതോടൊപ്പം തന്നെ ആയിരിക്കും ഈ ഒരു FIUGPയുടെ എക്സാംസും ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓർ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ തന്നെ ഒരു 2 ഡേയ്സിൻ്റെ ചേഞ്ചസൊക്കെ വരുള്ളൂ. അപ്പോൾ അത് റീഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചാനലിലൂടെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. മറ്റുള്ള ഇൻഫോർമേഷൻ ഒഫീഷ്യലി വരുന്നത് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.